ജനാധിപത്യ സംവിധാനങ്ങളുടെ ആവശ്യകതയും പാർലമെന്ററി ജനാധിപത്യത്തിന്റെ നടപടിക്രമങ്ങളും കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തുന്നതിനായി സംഘടിപ്പിക്കപ്പെട്ട ബാലപാർലമെന്റ് കുട്ടികളുടെ ഇടപെടൽ കൊണ്ട് സജീവമായി. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും മൂല്യങ്ങളും കുട്ടികളെ പരിചയപ്പെടുത്താൻ ആലപ്പുഴ ജില്ലാ ശിശുക്ഷേമ സമിതി സംഘടിപ്പിച്ച ബാലപാർലമെന്റിലാണ് കുട്ടികൾ മികച്ച പ്രകടനം പുറത്തെടുത്തത്. ജനാധിപത്യത്തെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം അവരുടെ വ്യക്തിത്വ വികസനത്തിനും ഉതകുന്ന വിധമാണ് പാർലമെന്റ് സംഘടിപ്പിക്കപ്പെട്ടത്. നിലവാരത്തെ പരിശോധിക്കേണ്ട കാര്യം മന്ത്രിക്കില്ല. പ്രതിപക്ഷം ചോദിച്ചത് കൃത്യവും ന്യായവുമായ കാര്യമാണ്. ഭരണപക്ഷം ഇവിടെ അതേ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ചർച്ച. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം മുതൽ അടിയന്തര പ്രമേയവും വാക്കൌട്ടും എല്ലാം ഉൾപ്പെടുത്തി യഥാർത്ഥ പാർലമെന്റിന്റെ പരിച്ഛേദമായി പരിപാടി മാറി. വലിയ പരിശീലനം കൂടാതെ തന്നെ കുട്ടികൾ സമർത്ഥമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു. ചോദ്യോത്തര വേളയടക്കം ചോദ്യവും മറുചോദ്യവും ഉത്തരങ്ങളുമായി പാർലമെന്റ് സജീവമായി. അവർ തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് അവർ തന്നെ ഉത്തരം കണ്ടെത്തുന്ന ചില മുൻകൂട്ടി നമ്മുടെ മന്ത്രിമാർക്ക് ഉത്തരങ്ങളൊന്നും കൊടുത്തിട്ട് പോലും ഇല്ല. ഏതായാലും ആരോഗ്യവകുപ്പ് മന്ത്രിയൊക്കെ പറയുന്ന ഉത്തരങ്ങൾ കേട്ടിട്ട് ഞാനിങ്ങനെ അതിശയിച്ചു പോവുകയാണ്. നമ്മൾ പറയാത്ത ചോദ്യങ്ങൾ കുഞ്ഞുങ്ങൾ ചോദിക്കുന്നു, അതിന് തക്കതായ മറുപടി കൊടുക്കുന്നു. ആ മറുപടി ഒരുപക്ഷെ നമ്മുടെ ലോക്സഭയിലെ മന്ത്രിമാർ പറയുന്നതിനേക്കാൾ നന്നായിട്ടാണ് മറുപടി പറയുന്നത്. എല്ലാ വികസന പ്രവർത്തനങ്ങളിലും കുട്ടികളുടെ ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും മുന്തിയ പരിഗണന നൽകണമെന്ന 2002 ഐക്യരാഷ്ട്രസമിതിയുടെ കുട്ടികൾക്കിണങ്ങുന്ന ലോകം എന്നതിന്റെ ഓർമ്മപ്പെടുത്തലായാണ് ബാലപാർലമെന്റ് സംഘടിപ്പിച്ചത്. കുട്ടികൾ സംരക്ഷിക്കപ്പെടുകയും അവരുടെ വികസന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുകയും ചെയ്യുന്ന കുട്ടികൾക്കിണങ്ങിയ ഇന്ത്യ എന്ന ആശയം ഉയർത്തിപ്പിടിക്കാനുള്ള ശ്രമമായാണ് ബാലപാർലമെന്റ് നടത്തപ്പെട്ടത്. ആലപ്പുഴ MP AM ആരിഫ് ബാലപാർലമെന്റ് ഉദ്ഘാടനം ചെയ്തു. അമൃത ന്യൂസ്, ആലപ്പുഴ.